Good morning students, welcome back to the class. Hope you all are safe. So let's move on with the journey of film. So today's class we can discuss how color entered into films, because in the last class we discussed about the invention of sound in film. അപ്പോൾ സൗണ്ട് വന്ന വഴി സിനിമയിൽ എങ്ങനെയാണ് നിശബ്ദ ചിത്രം എങ്ങനെയാണ് ശബ്ദചിത്രമായി മാറിയത്, ടോക്കീസായി മാറിയത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. ടുഡേ ഇൻ ദിസ് ക്ലാസ് ലെറ്റ്സ് സീ ഹൗ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് ചേഞ്ച്ഡ് ഇൻ ടു കളർ ഫിലിംസ്. സോ വെൽക്കം ടു ദ ക്ലാസ് വൺസ് അഗെയിൻ. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ പോർഷൻസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പഴയ കാലത്തെ ചിത്രങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഓൾ ദോസ് പിക്ചേഴ്സ് വർ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ. ബട്ട് ആക്ച്വലി ഈ പിക്ചേഴ്സൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആയിരുന്നു അല്ല, നല്ല കളർഫുള്ളായിട്ട് തന്നെ നമ്മൾ കാണുന്ന പോലെ തന്നെയുള്ള ഇന്ന് കാണുന്ന പോലെ തന്നെയുള്ള വിഷ്വൽസൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അത് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു പ്രൊജക്ഷൻ സാധ്യമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സൗണ്ടിൻ്റെ ആ ഒരു ഇൻവെൻഷൻ നമ്മളിങ്ങനെ ഓരോരോ ആളുകൾ പല ഭാഗങ്ങളിലായി ചെയ്തിരുന്നത് നമ്മൾ കണ്ടിരുന്നു. വി കുഡൻറ്റ് സേ വൺ പേഴ്സൺസ് നെയിം ഫോർ ഫിലിം, വൺ പേഴ്സൺസ് നെയിം ഫോർ സൗണ്ട് ഇൻ ഫിലിം, ഫോർ ദ ഇൻവെൻഷൻ ഓഫ് സൗണ്ട് ഇൻ ഫിലിം, ഫോർ വൺ പേഴ്സൺസ് നെയിം ഫോർ ദ ഇൻവെൻഷൻ ഓഫ് കളർ ഇൻ ഫിലിം. ഇതിനെല്ലാത്തിനും തന്നെ പലരും ഉപയോഗിച്ച പല ടെക്നിക്കും അത് മറ്റു പലരും അഡ്വാൻസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ഫോമിലായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് കളറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളെന്ന് അറിയപ്പെടുന്നത് തന്നെ പിന്നീട് അവ ആ ഒരു പേരിലായിട്ട് ആ ഒരു ജാനറിലായിട്ട് അറിയപ്പെടാൻ തന്നെ തുടങ്ങി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് എന്ന് കാറ്റഗറൈസ് ചെയ്യപ്പെടാൻ കൂടെ തുടങ്ങി. ബട്ട് ആക്ച്വലി അതൊക്കെ വളരെ ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഇമേജസ് തന്നെയായിരുന്നു. ബട്ട് ദേ കുഡൻറ്റ് നോ ഓർ ദേ വർ ട്രൈയിങ് ടു ക്രിയേറ്റ് ദീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഇൻ ടു കളർ ഫ്രം ദ ഏർലിയർ ടൈംസ് ഓൺവേർഡ്സ്. എന്ന് തൊട്ടാണോ മോഷൻ പിക്ചർ ഇറങ്ങിയിട്ടുള്ളത് അന്ന് തൊട്ടേ അല്ലെങ്കിൽ അതിന് മുന്നേ സ്റ്റിൽ ഫോട്ടോഗ്രാഫി മുതൽ തന്നെ ഒരുപാട് ഫിൽറ്ററുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ഫോട്ടോഗ്രാഫി തന്നെ പുറത്തിറങ്ങുന്നത്. സിനിമയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്താണ് സിനിമയ്ക്ക് ഇത്രമാത്രം നിറങ്ങളുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹോപ്പ് എ വേൾഡ് വിത്തൗട്ട് കളേഴ്സ് ഹൗ ഡൾ ഇറ്റ് വുഡ് ബി. ജസ്റ്റ് ലൈക്ക് മാക്സിം ഗോർക്കി മെൻഷൻഡ് what we discussed in the last class, everything was in a monotonous gray, everything was dipped in a monotonous gray. എല്ലാം വളരെ ശൂന്യമായിട്ടുള്ളൊരു ഒരൊറ്റ നിറം മാത്രം, ആകെ ഡള്ളായിട്ടുള്ള ഒരു എൻ്റർടൈനിങ് ആയിട്ടോ അതിനൊരു കൗതുകമോ ഒന്നും തരാത്ത രീതിയിൽ. ഓഫ് കോഴ്സ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് ഓർ അങ്ങനത്തെ പഴയകാല ചിത്രങ്ങൾ കണ്ടിരുന്ന ആൾക്കാർ, ആസ് വി മെൻഷൻഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, സൈലൻറ്റ് ഫിലിംസ് കണ്ട് ആളുകൾക്ക് ആ സൈലൻറ്റ് ഫിലിംസിനോട് ചേർന്ന് പോകുന്ന രീതിയിലേക്കായിട്ട് പിന്നീട് മാറുകയാണ്. പിന്നീട് ശബ്ദം വന്നപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന സമൂഹം ഉണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, അഭിനേതാക്കളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് കളർ ഫിലിംസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ദേ നോ ദാറ്റ് ഇറ്റ് ഇസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിനോടുകൂടെ ചേർന്ന് അതിനെ ആസ്വദിക്കുന്ന ഒരു വിഭാഗമായിട്ട് അന്നത്തെ കാലത്തെ ആളുകൾ മാറുകയാണ് ചെയ്തത്. എന്നാലും കുറേ ആളുകൾ ഇതിന് എങ്ങനെയെങ്കിലും നിറം കൊടുക്കണം, ഏത് രീതിയിലാണ് ഇത് കുറച്ചും കൂടെ മനോഹരമാക്കി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ പിന്നിലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദ ഫസ്റ്റ് കളർ ഫിലിംസ് that was made in 1896. 1995 നമ്മൾ മോഷൻ പിക്ചറിൻ്റെ തുടക്കം കാണുന്നത്. അമേരിക്കൻ എഡിസൺ കമ്പനി ആയിട്ടുള്ള ആ ഒരു കമ്പനി 1896 ഹാൻഡ് പെയിൻറ്റഡ് ഇമേജസിലൂടെയാണ് ആദ്യത്തെ കളർ ചിത്രങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫിലിം എസ്പെഷ്യലി അന്നത്തെ കാലത്തെ ഫിലിംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഓൺലി ഫോർ 10 minutes or 5 minutes മോഷൻ പിക്ചർ. ഏതെങ്കിലും ഒരു രംഗം ആ ഒരു ചെറിയ ഭാഗം മാത്രമൊക്കെയാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്, കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫിലിംസ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഒരു 10, 15, 20 ഫ്രെയിമുകളെ കാണുള്ളൂ. അതിൽ ഓരോ ഫ്രെയിമുകളും എടുത്ത് കൈകൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ടാണ് അന്നത്തെ കാലത്ത് അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതൊരു കളർ തന്നിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഒരു കളറൊന്നും അല്ല, വളരെയധികം ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള, എന്നാൽ അതേസമയം കളറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയോ കളേഴ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇമേജസ് അത് തന്നിരുന്നു. ദാറ്റ് വാസ് ഇൻ 1896 ബൈ ദ അമേരിക്കൻ എഡിസൺ കമ്പനി. അപ്പോൾ അതിന് ശേഷം പിന്നീട് വീണ്ടും ഇതുപോലെ കുറേ ടെക്നിക്സുകൾ ആൾക്കാർ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റ് 2 ടെക്നിക്കും കൂടെ വരികയാണ്. ദാറ്റ് ഈസ് വൺ ഇസ് ടിൻറ്റിങ് ആൻഡ് ദ അതർ വൺ ഇസ് ടോണിങ്. ടിൻറ്റിങ് ആൻഡ് ടോണിങ് എന്ന് പറയുന്നത് രണ്ടും ഒരു ഡൈയിങ് പ്രോസസ്സിലൂടെയാണ് ഈ ഒരു കളറ് ഫിലിം ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു പ്രത്യേക കളർ ടോൺ കൊടുത്തിരുന്നത്. ടിൻറ്റിങ് എന്ന് പറയുമ്പോൾ ടിൻറ്റിങ് ആസ് വെൽ ആസ് ടോണിങ് ഒരു സീനിന് കംപ്ലീറ്റ്ലി ഒരു കളറായിരിക്കും, ഒരു മോണോക്രോം കളറായിരിക്കും. ഹോപ്പ് ഇൻ സം ആൻഡ്രോയിഡ് ഫോൺസ് ഓർ ഇൻ മോസ്റ്റ് ഓഫ് ദ ആൻഡ്രോയിഡ് ഫോൺസ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് പെർട്ടിക്കുലർ
കളർ ഓപ്ഷൻ ടിൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉള്ള ഒരു ഇമേജ് കംപ്ലീറ്റ്ലി ഒരൊറ്റ കളറായിട്ട് മാറും. ഇഫ് യു വോണ്ട് റെഡ് കളർ, ഇഫ് യു വോണ്ട് എ ഗ്രീൻ കളർ, ഇഫ് യു വോണ്ട് എ ബ്ലൂ കളർ, ഇറ്റ് വിൽ ദ ഹോൾ വിഷ്വൽ വിൽ ബിക്കം ബ്ലൂ ഓർ റെഡ് ഓർ ഗ്രീൻ. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടിൻറ്റിലെ ഓപ്ഷൻസിനനുസരിച്ചിട്ട് ആ ചിത്രം മുഴുവൻ ഒരു കളറായിട്ട് മാറും. അപ്പം അങ്ങനെ പല സിനിമകളും, പണ്ട് കാലത്തെ പല സിനിമകളും ഓരോ സീനുകളും അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ആ സീൻ കംപ്ലീറ്റ് ഒരു കളർ കൊടുത്തിരുന്നു യൂസിങ് ദിസ് പെർട്ടിക്കുലർ ടിൻറ്റിങ് മെത്തേഡ്. ടോണിങ്ങും ഏകദേശം സെയിം തന്നെയാണ്, ഡൈയിങ് മെത്തേഡ് തന്നെയാണ്. ഫിലിം കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് അതിനെ അങ്ങനെ മാറ്റുന്നത്. ബട്ട് അവിടെ ഡാർക്ക് ഇമേജസ് ആയിരുന്നു, ഡാർക്കായിട്ടുള്ള സൈഡുകളിലായിരുന്നു കൂടുതലായിട്ടും ആ ഒരു കളർ കൊടുത്തിരുന്നത്. കുറച്ചും കൂടെ സിൽവർ ആൻഡ് വൈറ്റ് പാർട്ടിക്കിൾസ് ഓർ ബ്ലൂ പാർട്ടിക്കിൾസ് ഒക്കെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ടോണിങ്ങിലൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സോ ടിൻറ്റിങ് ആൻഡ് ടോണിങ്, ഫസ്റ്റ് ഹാൻഡ് പെയിൻറ്റഡ്, ദെൻ ടിൻറ്റിങ് ആൻഡ് ടോണിങ്, ദെൻ കെയിം സ്റ്റെൻസിൽ മെത്തേഡ്. ഇതുപോലെ തന്നെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രം കളർ ചെയ്തിട്ടുള്ള സ്റ്റെൻസിൽ മെത്തേഡ് ഇറങ്ങുകയുണ്ടായി. പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള മെത്തേഡ്സാണ് ഇറങ്ങിയിട്ടുള്ളത്. സ്റ്റെൻസിൽ മെത്തേഡ് വി ക്യാൻ സീ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ പാത്തേ ഫ്രയേഴ്സ് ഇൻ ഫ്രാൻസ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് പാത്തേ ക്രോം. അവരാണ് ഈ സ്റ്റെൻസിലിംഗ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ. കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് ഈ ഒരു കളർ ടെക്നിക്ക് മാറുന്നത് 1908, 1914 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജോർജ് ആൽബർട്ട് സ്മിത്തിൻ്റെ കിനിമ കളർ എന്ന് പറയുന്ന ടെക്നിക്കാണ് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് പിന്നീട് നമ്മൾ കാണുന്ന ഒരു കളർ ഇൻ ഫിലിം അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു കളർ എന്ന് പറയുന്ന ആ ഒരു ഫിലിമിലെ കളർ കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ടെക്നിക്ക് ഇതാണ്, കിനിമ കളറാണ്. ക്യാമറയ്ക്കകത്ത് തന്നെ 2 ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ദേ യൂസ്ഡ് റെഡ് ആൻഡ് ഗ്രീൻ ഫിൽറ്റേഴ്സ്. അപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ ഫ്രെയിമിലും, ഇപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ റെഡ് ആണെങ്കിൽ രണ്ടാമത്തെ ഫ്രെയിമിൽ ഗ്രീൻ, റെഡ് ഗ്രീൻ, റെഡ് ഗ്രീൻ, അങ്ങനെയാണ് അതിലെ ഇമേജസിന് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു നമ്മൾ ഫിലിം കാണുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ് ഈസ് വി എക്സ്പീരിയൻസ് ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു ഇമേജ് നമ്മുടെ കണ്ണിൽ പതിയുന്നത്, റെറ്റിനയിൽ പതിയുന്നത്, നമ്മളത് ആ ഫിലിം ആസ്വദിക്കുന്നത്. അതാണ് മോഷൻ പിക്ചറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ടെക്നിക്ക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം ഈ റെഡും ഗ്രീനും ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ഈ സ്ക്രീൻ ഇങ്ങനെ മായുമ്പോഴത്തേക്കും നമുക്കത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിന് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ റെഡിൻ്റെയും ഗ്രീനിൻ്റെയും എലമെൻറ്റ്സ് പിന്നീട് കാണാനായിട്ട് സാധിച്ചു യൂസിങ് ദിസ് കിനിമ കളർ ടെക്നിക്ക്. ബട്ട് ഈ ടെക്നിക്കിനും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ സ്ക്രീൻ വിഷ്വൽ ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലെ പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള 3 കളേഴ്സാണ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. സോ റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്, ബട്ട് ദർ ലാക്ക് ദാറ്റ് ദ തേർഡ് കളർ, ദാറ്റ് ഈസ് ബ്ലൂ കളർ. അപ്പോൾ ബ്ലൂ കളറിൻ്റെ ഒരു എലമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ സ്ക്രീനിൽ ഇല്ലാത്തൊരു അവസ്ഥ, അതിൻ്റെ ആ ഒരു അഭാവം വളരെ വ്യക്തമായിട്ട് പ്രകടമായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ കിനിമ കളറിൽ. അത് മാത്രമായിരുന്നില്ല, ഇങ്ങനെ 2 സ്ക്രീനുകൾ അടുപ്പിച്ച് വെച്ചതുപോലുള്ള വിഷ്വൽസ് നമ്മൾ കാണുന്നത് ഉള്ളതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെയുള്ള ഏരിയാസിൽ വരുമ്പോൾ അതിൽ വ്യക്തമായിട്ട് ഓരോ ഭാഗങ്ങളും ഓരോ ഒബ്ജക്ട്സും അല്ലെങ്കിൽ സബ്ജക്റ്റിനെ തന്നെയും വ്യക്തമായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു യൂസിങ് ദിസ് പെർട്ടിക്കുലർ കിനിമ കളർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ പെർഫെക്റ്റ് ആയില്ല, അലൈൻമെൻറ്റ് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഡെഫിനറ്റ്ലി ദിസ് ഫ്രിഞ്ചിങ് വിൽ ഹാപ്പൻ വൈൽ വാച്ചിങ് ദിസ് കിനിമ കളർ ഫിലിംസ്. എന്നാൽ തന്നെയും ഏറെക്കുറെ വ്യക്തമായ രീതിയിൽ ഏറെക്കുറെ ഒരു കളർ ചിത്രം കാണുന്ന രീതിയിലാണ് കിനിമ കളർ ടെക്നിക് ആളുകൾക്ക് മുന്നിൽ സിനിമയെ പ്രദർശിപ്പിച്ചിരുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ടെക്നിക്കലർ പ്രോസസ്സ്. ടെക്നിക്കലർ പ്രോസസ്സിൽ തന്നെ അതിന് മുന്നോടിയായിട്ട് തന്നെ അഡിറ്റീവ് കളർ സിസ്റ്റവും സബ്ട്രാക്റ്റീവ് കളർ സിസ്റ്റവും നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഫസ്റ്റ് അതിൻ്റെ എക്സ്പെരിമെൻറ്റേഷൻ നടക്കുന്നത് 1912 ഇൻ UK. അഡിറ്റീവ് കളേഴ്സ് ബേസിക്കലി യൂസ് ചെയ്തിരുന്നത് ഡോക്യുമെൻ്ററീസ് ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ ഈ 2 ടെക്നിക്കും പിന്നെയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫിലിമിനെ നല്ല രീതിയിൽ കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷനാണ് ടെക്നിക്കലറിൽ തന്നെ നമ്മൾ കാണുന്നത്. It was in 1932 they started a 3-strip system method. ഈ 3-strip system method എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമറയ്ക്കുള്ളിൽ തന്നെ 3 ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി ഇത് 3ഉം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണല്ലോ വൈറ്റ് കളർ വരുന്നത്. ഇതിന് 3നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ്, റെഡിനൊരു ഫിൽറ്റർ, ബ്ലൂവിനൊരു ഫിൽറ്റർ, ഗ്രീനിനൊരു ഫിൽറ്റർ. ഇത് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രിപ്പായിട്ട് പുറത്ത് വന്നതിന് ശേഷം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നെഗറ്റീവിലേക്ക് ഇത് 3ഉം കൂടെ കറക്റ്റായിട്ട്
ഇംപ്രിൻറ്റ് ചെയ്ത് വയ്ക്കും, കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കും. അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ എല്ലാത്തിൻ്റെയും എലമെൻറ്റ്സ് അതിൻ്റേതായിട്ട് രീതിയിൽ വരുന്ന രീതിയിൽ ഒരു ലാബ് ഫോമാറ്റിലുള്ള ഒരു ടെക്നിക്കാണ്, ലാബിൽ കെമിക്കലായിട്ട് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ ഒരു സ്ട്രിപ്പിലായിട്ട് ഈ മൂന്നിൻ്റെയും കോമ്പിനേഷൻസ്, റെഡ് ആണെങ്കിൽ റെഡ്, ബ്ലൂവിൻ്റെ ഭാഗത്ത് ബ്ലൂ, ഗ്രീൻ്റെ ഭാഗത്ത് ഗ്രീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്നിക് കളർ കോമ്പിനേഷൻ കൊണ്ടുവരാനായിട്ട് പിന്നീട് ഫിലിമിന് കഴിഞ്ഞു. ആൻഡ് ഈ ഒരു സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്നും ആളുകളെ കളർ അല്ലെങ്കിൽ വേൾഡ് ഓഫ് കളേഴ്സിലേക്ക് കൊണ്ടുപോയൊരു സിനിമയാണ് 1935 പുറത്തിറങ്ങിയ വിസാർഡ് ഓഫ് ഓസ് എന്ന് പറയുന്ന ഈ ഒരു ഫിലിം. അതിൽ ആ ഒരു പെൺകുട്ടി വാതിൽ തുറക്കുമ്പോൾ വെൻ ഷീ മൂവ് ഫ്രം ദാറ്റ് ടിൻറ്റഡ് അറ്റ്മോസ്ഫിയർ ഓർ ദാറ്റ് ടിൻറ്റഡ് വിഷ്വൽ, വെൻ ഷീ ഓപ്പൺസ് ദാറ്റ് ഡോർ, കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്കും പുതിയൊരു ലോകത്തേക്ക് എത്തിയൊരു അനുഭവമാണ്. ഡൊറോത്തിക്ക് ഉണ്ടായതുപോലെ പുതിയൊരു ലോകത്തിലേക്ക് എത്തിയ അനുഭവമാണ് കാണികൾക്കും അനുഭവപ്പെട്ടത്. അപ്പോൾ സിനിമയുടെ വർണ്ണലോകം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നീട് ഒരുപാട് സിനിമകൾ, ഗോൺ വിത്ത് ദ വിൻഡ്, അതുപോലെ തന്നെ ഒത്തിരി ആനിമേഷൻ മൂവീസ്, വാൾട്ട് ഡിസ്നിയുടെ ഒരുപാട് ആനിമേഷൻ മൂവിയൊക്കെ ഈ ടെക്നിക്കൽ പ്രോസസ്സിലൂടെ പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. എന്താണ് പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ പ്രോസസ്സ് ഇറ്റ് ഈസ് എ ബിറ്റ് എക്സ്പെൻസീവ്, നോട്ട് എ ബിറ്റ് എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് എ റിയലി എക്സ്പെൻസീവ് പ്രോസസ്സ്. ഒന്നാമത് ഇത്രയും ടെക്നിക്കലായിട്ട് അഡ്വാൻസ്മെൻ്റ് ഉള്ള ഒരു ക്യാമറ വേണം, ടെക്നിക്കലർ ക്യാമറ തന്നെ വേണം. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് മാത്രമേ ക്യാമറ എടുക്കാൻ സാധിക്കുള്ളായിരുന്നു. ആൻഡ് ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി നീഡ് ടെക്നിക്കലർ, ആ പ്രോസസ്സ് അറിയാവുന്നൊരു ക്യാമറമാൻ വേണം. ആൻഡ് ഹീ നീഡ്സ് സർട്ടൻ അസിസ്റ്റൻസ് ടു. ഇത് ലാബിൽ കൊണ്ടുപോയിട്ട് കെമിക്കൽ പ്രോസസ്സിലൂടെ കൊണ്ടുപോകണമെങ്കിൽ അതിനും അവരുടേതായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ആവശ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാർ വേണ്ടി വന്നു എന്നുള്ളതിനാൽ തന്നെ സ്വല്പം ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ഒരു കാശ് ചിലവുള്ള കാര്യമായിരുന്നു ഈ ഒരു ടെക്നിക്കൽ പ്രോസസ്സ് ഫിലിമിൽ കൊണ്ടുവരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഡെഫിനറ്റ്ലി ദേ മേഡ് ഇറ്റ് ഓർ ദേ മോണോപ്പൊളൈസ് ദ ഹോൾ ഫിലിം ഇൻഡസ്ട്രി ഫോർ എ ലോങ് പീരിയഡ്. അതിനുശേഷമാണ് ഇതിൻ്റെ ഈ ഒരു അൺഎക്കണോമിക്കലായിട്ടുള്ള ആ ഒരു മോണോപ്പൊളിസ്റ്റിക് പ്രാക്ടീസ് കുറയ്ക്കാനായിട്ടെന്നോണം പിന്നീട് നമ്മൾ കാണുന്ന 1950s ഈസ്റ്റ്മാൻ കളർ എന്നുള്ള രീതിയിൽ ഈസ്റ്റ്മാൻ കൊഡാക് കമ്പനിയുടെ ഈസ്റ്റ്മാൻ കളർ എന്നുള്ള ഫോമിൽ കുറച്ചും കൂടെ ചീപ്പ് ആൻഡ് ഈസിയർ ആയിട്ടുള്ള റേറ്റിൽ കളർ ഫിലിംസ് കൊടുക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷമാണ് ഈ ഒരു വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെക്നിക്കലറിൻ്റെ ആ ഒരു കുറച്ചൊരു മോണോപ്പൊളിസ്റ്റിക് പ്രാക്ടീസ് കുറയുകയും എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കളർ എന്ന് പറയുന്ന സജ്ജീകരണം മാറുകയും ചെയ്തത്. പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള ഒത്തിരി വൈവിധ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ഡിജിറ്റൽ ക്യാമറയുടെ വരവോടുകൂടെ നമ്മൾ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് 2000 ആയപ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടെ ഡിജിറ്റലി നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒത്തിരി മൂവീസ്, അതിപ്പോൾ ബേർഡ്മാൻ ഓർ ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കളറിസ്റ്റുകളുണ്ട്. അവരൊക്കെ നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത് വർണ്ണങ്ങളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രപഞ്ചം തന്നെയാണ്. അത്രയും ആസ്വാദകരമായ രീതിയിൽ ഫിലിം ഇന്ന് എത്തി നിൽക്കുന്നു, ഫ്രം ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറ ടു ദ മോഡേൺ കളർ ടെക്നിക്. അപ്പോൾ നമ്മൾ ബേസിക്കലി നോക്കുമ്പോൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഹാൻഡ് പെയിൻറ്റഡ് ടെക്നിക്, ഇറ്റ് അഗെയിൻ മൂവ്ഡ് ഓൺ ടു ടിൻറ്റിങ് ആൻഡ് ടോണിങ് പ്രോസസ്, ദെൻ ഇറ്റ് യൂസ് സ്റ്റെൻസിലിംഗ് പ്രോസസ്, it moved on to kinema color where it used white, green and red color filters, and it take additive color process, moved on to subtractive color process and the 3-step system or technicolor process, and then to the Eastman color by the Kodak company, and finally to the digital color world. ഇത്രയുമാണ് നമ്മൾ കളറിനെ കുറിച്ച് പറയുമ്പോൾ. ഇതേസമയം തന്നെ ജപ്പാനിലാണെങ്കിൽ 1934 വി ക്യാൻ സി ഫ്യൂജി ഫിലിംസ് ഓർ ഫ്യൂജി കളർ. അപ്പോൾ അങ്ങനെ ഇവിടെ വരെ എത്തി നിൽക്കുന്നു നമ്മുടെ കളറിൻ്റെ ചരിത്രം. സോ വി ഹാഡ് ഡിസ്കസ്ഡ് ഓൾമോസ്റ്റ് ഓൾ ദ മേജർ ആസ്പെക്ട്സ് ഓഫ് ഫിലിം മേക്കിംഗ്. ഇനി നമുക്ക് ഫിലിം മേക്കിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കാണാം. എ ഫിലിം മേക്കിംഗ് പ്രോസസ് ഇൻവോൾവ്സ് ബേസിക്കലി 3 different stages. Hope you all know that. Pre-production stage, production stage and post-production stage. പ്രീ-പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ബേസിക്കലി ഒരു സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാത്തരം സജ്ജീകരണങ്ങളും ഒരുക്കുന്നത്, ഫ്രം ദ വെരി ബേസിക് ത്രെഡ് ഓഫ് എ ഫിലിം. ഒരു സിനിമയുടെ ഏറ്റവും ചെറിയൊരു കഥാതന്തു അതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റി സ്ക്രീൻ പ്ലേ എഴുതി സ്റ്റോറി ബോർഡ് സെറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് കാസ്റ്റിംഗ് നടത്തി അതിന് വേണ്ട ബഡ്ജറ്റൊക്കെ കണക്ക് കൂട്ടി ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാ തരത്തിലുള്ള സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ള സജ്ജീകരണം ഒരുക്കുന്ന സ്റ്റേജാണ് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്.
And definitely if it is a big film, if it is a mythological film or historical film, നമ്മൾ പലതരത്തിലുള്ള സിനിമകളെക്കുറിച്ച് കണ്ടതാണ്. ഇപ്പോൾ ബാഹുബലി പോലുള്ള ചിത്രമൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള വസ്ത്രധാരണം, അതിൻ്റേതായിട്ടുള്ള ഹെയർ ഡ്രസ്സിങ്, അതിലുപയോഗിക്കേണ്ടതായിട്ടുള്ള ഒബ്ജക്ട്സ്, എക്യുപ്മെൻറ്റ്സ്, അതിലെ പല ഇപ്പോൾ രാജസിംഹാസനം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള പണി വരും. അപ്പോൾ അത്തരം സിനിമകളാകുമ്പോഴത്തേക്കും സെറ്റിംഗ് വളരെ മുന്നേ തന്നെ, നേരത്തെ തന്നെ 2 വർഷം മുന്നെയോ ചിലപ്പോൾ 3 വർഷം മുന്നെയൊക്കെയോ അല്ലെങ്കിൽ അതിലേറെ ടൈം എടുത്തിട്ടോ അതൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു വലിയ പ്രോസസ്സ് ഇതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേജാണ് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി അതിലെ മെയിൻ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ അതിന് വേണ്ടതായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള കഥാപാത്രങ്ങളെ കാസ്റ്റിംഗ് നടത്തുകയും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുകയും ഏത് ലൊക്കേഷനാണ് വേണ്ടതെന്ന് ഫിക്സ് ചെയ്യും, അവിടെ അതിനനുസരിച്ചിട്ടുള്ള സെറ്റുകൾ റെഡിയാക്കുകയും ഒക്കെ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഈ ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈമിലാണ്. പ്രൊഡക്ഷൻ ടൈമിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് കണ്ടിരുന്നത്. ഷോർട്ട്സ് ഏതൊക്കെ, എസ്പെഷ്യലി പ്രൊഡക്ഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുന്ന 2-3 ആൾക്കാരാണ്. ഒന്ന് ഡയറക്ടർ എന്ന് പറയുന്നത്, നമ്മൾ മീസൻസിൻ്റെ എലമെൻറ്റ്സിൽ കണ്ടിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിൽ കാണുന്ന പോലെ തന്നെ ആക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് വരുന്നു, പിന്നെ ക്യാമറാമാൻ, സിനിമാറ്റോഗ്രഫിക്ക് ഇമ്പോർട്ടൻസ് വരുന്നു. പ്രധാനമായിട്ടും ഈ 3 ഘടകങ്ങൾ, ഇത് 3 മാത്രമല്ല, മീസൻ സീനിൽ പറയുന്ന പോലെ തന്നെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, കോസ്റ്റ്യൂം ഇമ്പോർട്ടൻ്റ് ആണ്, ആക്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ പ്രോപ്പർട്ടിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓവറോൾ ആ ഒരു സ്ക്രീനുമായി ബന്ധപ്പെടുന്ന എല്ലാം പ്രൊഡക്ഷൻ ടൈമിൽ വളരെയധികം മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ദാറ്റ് ഓഫ് ദ ക്യാമറ മൂവ്മെൻറ്റ്സ്. നമ്മൾ കണ്ടിരുന്ന ഷോട്ട്സ് ഉണ്ട്, ആംഗിൾസ് ഉണ്ട്, ഫോക്കസ് ഉണ്ട്, 180 ഡിഗ്രി റൂൾ, 30 ഡിഗ്രി റൂൾ, ലോങ് ടേക്സ്, അതൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ടൈമിലാണ് കുറച്ചും കൂടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ ഇൻവോൾവ് ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് കണ്ടത്. അതിലേറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ കണ്ടതാണ് എഡിറ്റിംഗ് ടെക്നിക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ. ഈ എടുത്തു വയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും അതിലാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു എഡിറ്ററിൻ്റെ ഡെസ്കിലേക്കാണ്. ആൻഡ് ഹീ വിൽ ചൂസ് വാട്ട് ഇസ് നീഡഡ് ഫോർ ദ പെർട്ടിക്കുലർ ഫിലിം. അവിടെ ചിലപ്പോൾ ഒരു സംവിധായകൻ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു എഡിറ്റർക്ക് വളരെ, അന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മൈക്രോ ലെവൽ ആൻഡ് മാക്രോ ലെവൽ വ്യൂ പോയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് സംവിധായകൻ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഉയർന്ന് ആളോടൊപ്പം തന്നെ സിനിമയെ ആവാഹിച്ചുകൊണ്ട് നല്ലൊരു ചിത്രം കാണികൾക്ക് മുന്നിൽ കൊടുക്കാനായിട്ട് ഒരു എഡിറ്റർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എഡിറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഫിലിം മേക്കിങ്ങിൻ്റെ അത്ര തന്നെ, അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ റോളിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാമറമാനും ഓഫ് കോഴ്സ്, അതുപോലെ തന്നെ എഡിറ്ററും. എഡിറ്റിങ്ങിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന ഈ പറയുന്ന എലമെൻറ്റ്സ് എല്ലാം തന്നെ സൗണ്ട്, കളർ, പിന്നെ എക്സ്ട്രാ കൊടുക്കുന്ന വിഷ്വൽ ഇഫക്ട്സ്, VFX, അതുപോലുള്ള ഘടകങ്ങളൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ ഏകദേശം ഒരു സിനിമയുടെ പണി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്കിനി കിടക്കാം. ദാറ്റ് ഈസ് അബൌട്ട്, ദ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻവോൾവ് ഇൻ എ ഫിലിം മേക്കിംഗ്. സിനിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സിനിമകൾ ഉണ്ടാക്കിയതിന് ശേഷവും വെള്ളി വെളിച്ചം കാണാതെ ഇങ്ങനെ അടച്ച് ആ ബോക്സിനകത്ത് തന്നെ ഇരിക്കുന്നതായിട്ടൊക്കെയുള്ള സംഭവങ്ങളും കഥകളും ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സിനിമയെ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ഡെഫിനറ്റായിട്ടും അതിനെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബോഡി, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് വേണം. അതിന് മാർക്കറ്റിൽ നന്നായി അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള ഇച്ചിരി റിസ്ക്കും മെനക്കെടൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബോഡിയാണ് ഡിസ്ട്രിബ്യൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. വി ഹാവ് മെയിൻലി 3 types of categories or 3 persons. അവരുടെ റോൾ 1950s ഓർ ഫ്രം ദ ബിഗിനിങ് ഓഫ് 1903 ഓൺവേർഡ്സ് ആണ് നമ്മൾ കാണുന്നത്. ഈ 3 ആളുകളുടെയും റോളുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. വൺ ഇസ് ദാറ്റ് ഓഫ് ദ പ്രൊഡ്യൂസർ, ദ അതർ വൺ ഇസ് അബൌട്ട് ദ ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ എക്സിബിറ്റർ. മുൻപ് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു, കാരണം തിയേറ്ററുകളിലൊന്നും സ്വന്തമായിട്ട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കാണിക്കാനായിട്ട്. സോ ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രൊഡ്യൂസർ ടു ഹയർ ദ എക്യുപ്മെൻറ്റ് ആൻഡ് ടു ഹയർ ദ എക്സിബിറ്റിംഗ് പ്ലേസ് എ പെർഫെക്റ്റ് സെറ്റിംഗ് ഫോർ ദം ടു എക്സിബിറ്റ് ദ ഫിലിംസ്. പക്ഷേ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തിയേറ്റേഴ്സ് സ്വന്തമായിട്ട് ഇതുപോലെ എക്യുപ്മെൻറ്റ്സും ഡിവൈസസൊക്കെ, പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഡിവൈസസൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് കുറച്ചും കൂടെ അവരുടെ റോള് എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. നൗ വി ഹാവ് ദീസ് 3 സ്പെഷ്യൽ കാറ്റഗറീസ്: പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ഡെഫിനറ്റ്ലി ദ എക്സിബിറ്റേഴ്സ് ഓർ തിയേറ്റേഴ്സ്. ആൻഡ് ഇവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ബേസിക്കായിട്ടും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഏത് സിനിമയാണ്, ആ സിനിമയുടെ മാർക്കറ്റ് എന്താണെന്നുള്ള വ്യക്തമായൊരു ധാരണയും പഠനവും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നടത്തിയിരിക്കണം. ദാറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ റോൾ ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടർ is to market a film and organize it
to its delivery and to release in cinemas and ancillary markets. Ancillary markets എന്ന് പറയുമ്പോഴത്തേക്കും DVDs ആയിട്ട്, VCDs ആയിട്ട്, Blu-rays, TV ബ്രോഡ്കാസ്റ്റിംഗ് അതൊക്കെ നോക്കേണ്ട ചുമതല ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ്. അപ്പോൾ മാർക്കറ്റ് സർവേ, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ്, റിലീസ് സ്ട്രാറ്റജി, ഷിപ്പിംഗ് ഓഫ് പ്രിൻസ്, ഇതൊക്കെ പ്രധാനമായിട്ടും ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം കണക്കുകളും കാര്യങ്ങളും, അതിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സ് ആൻഡ് ദിസ് റവന്യൂവിൻ്റെ ഒരു ഓവർസീയിങ് അതൊക്കെ നടത്തുന്ന ചുമതലയും അല്ലെങ്കിൽ അതിനുള്ള അവകാശവും ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുണ്ടായിരുന്നു. സിനിമയുടെ ഒരു വലിയ അവിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു റിസ്കി ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ക്യാൻ ടേക്ക് ഓർ ദേ വിൽ ടേക്ക് ഹ്യൂജ് എമൗണ്ട് ഓർ ലംസം എമൗണ്ട് ഓഫ് ഷെയർ ഫ്രം ദ ഫിലിംസ് റവന്യൂ. കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുന്നേ അതായത് സ്റ്റുഡിയോ എറകൾക്കുള്ള സമയത്താണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് they monopolize several areas or these production or distributors like MGM, the big five, known as the big five, MGM, Paramount, RKO, 20th Century Fox and Warner Brothers, they monopolized several areas of the film. അപ്പം അങ്ങനെ ഈ മൊണോപ്പൊളിസ്റ്റിക് പ്രാക്ടീസ് കൂടി വന്ന സമയത്താണ് 1960s കൂടിയിട്ട് കോർട്ട് ഓർഡർ പ്രകാരം ഇത്തരത്തിലുള്ള പ്രാക്ടീസിനെയൊക്കെ ഡിമിനിഷ് ചെയ്തുകൊണ്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ വരുന്നത്. എന്നിരുന്നാൽ തന്നെയും നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ വി ഹാവ് ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ ചില ആളുകൾ ഇപ്പോഴും അവരവരുടെ കൺട്രോൾ തന്നെയാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അതിന് പല ഉദാഹരണങ്ങളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ഈസ് ബിഗ് കോർപ്പറേഷൻസ് ലൈക്ക് റിയൽ ലൈഫ് പ്രൊഡക്ഷൻസ് ഓൺഡ് ബൈ ദ റിലയൻസ് എൻ്റർടൈൻമെൻറ്റ്. They take the complete control over the national and overseas distribution of films. Next we are moving on to the reception of films. എന്താണ് reception of films? Definitely reception of films depends upon several factors. ആളുകൾ എങ്ങനെ ആ സിനിമയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് റിസപ്ഷൻ എന്നുകൊണ്ട് ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു സിനിമ വിജയിക്കുന്നത്? പല കാരണങ്ങളാൽ സിനിമ വിജയിക്കാം. ചിലപ്പോൾ ആ സിനിമ ഒരുപാട് നാൾ ബോക്സ് ഓഫീസ് ഹിറ്റ് നേടി ഓടിയത് കൊണ്ടൊരു സിനിമ വിജയിക്കാം. ചിലത് കണ്ടൻറ്റ് കൊണ്ട് വിജയിക്കാം. ചിലത് ആളുകളുടെ അഭിപ്രായം അറിഞ്ഞതുകൊണ്ട് വിജയിക്കാം. ചില ആളുകൾക്ക് ആ പെർട്ടിക്കുലർ സിനിമ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അങ്ങനെ ആ തരത്തിൽ അതിൻ്റെ കണ്ടൻറ്റ് വൈസായിട്ട് അതിനെ നല്ലൊരു സിനിമയെ നമുക്ക് പറയാം. സോ റിസപ്ഷൻ ജനറലി റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് എ ഫിലിം ഹാസ് ബീൻ ആക്സെപ്റ്റഡ് ബൈ ദ ഓഡിയൻസ്. പലതരത്തിലാവാം. സക്സസ് ആയിട്ടുള്ള ഫിലിംസ് നമ്മൾ പറയും. ഈ റിസപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് വെദർ ദ ഫിലിം ഇസ് സക്സസ്ഫുൾ ഓർ ഫെയിലിയർ നമ്മൾ പറയുന്നത്. പടം പൊട്ടിയെന്നോ വിജയിച്ചോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന് റവന്യൂ കളക്ഷനെ ബേസ് ചെയ്തിട്ടാവാം. ചിലപ്പോൾ എത്ര നാളത് കണ്ടിന്യൂസ് ആയിട്ട് ഓടി, 100 ദിവസം ഓടിയ സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ടായിരിക്കാം. ചിലത് ടോട്ടൽ നമ്പർ ഓഫ് വ്യൂവേഴ്സിൻ്റെ എണ്ണം വെച്ചിട്ട് നമ്മൾ ഇത്ര ദിവസം ഹൗസ്ഫുള്ളായി ഓടിയ സിനിമ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് കുറഞ്ഞു വന്നു വരാം. അങ്ങനെ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സിനിമ ഫെയിലായോ സക്സസ്ഫുൾ ആയോ എന്ന് നിർണ്ണയിക്കുന്നത്. സോ റിസപ്ഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റഡി ഓർ സെപ്പറേറ്റ് ജാണർ തന്നെ, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പഠനം തന്നെ, ബ്രാഞ്ച് ഓഫ് സ്റ്റഡി തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന തരത്തിലൊക്കെ സിനിമയെ വിലയിരുത്താനും അതിൻ്റെ സ്വീകരണത്തെ, റിസപ്ഷനെ വിലയിരുത്താനൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി ഈസ് ദർ അവൈലബിൾ. And we have next very important topic to be discussed, which is the last topic to be discussed in this particular module, that is regarding film censorship. എന്താണ് ഫിലിം സെൻസർഷിപ്പ് എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലല്ല ഭൂരിഭാഗം എല്ലാ നാടുകളിലാണെങ്കിലും, ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നതിന് മുന്നേ അതിലെ പല ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നതാണോ, കാണിക്കാൻ ഉതകുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിനെ വിളിക്കുന്ന പേരാണ് സെൻസർഷിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇവർ ഉദ്ദേശിക്കുന്നത് ദ ആക്ട് ഓഫ് സെൻസറിങ് പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച്, എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ളതോ വയലൻസോ പൊളിറ്റിക്സോ അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കി ദൂരീകരിച്ച് എല്ലാ ആളുകൾക്കും കാണത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിൽ സിനിമയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ പറഞ്ഞു, സെക്സ്, വയലൻസ് ആൻഡ് പൊളിറ്റിക്സ്. US ആൻഡ് ജർമ്മനി എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങളിൽ നമുക്കറിയാം സെൻസർഷിപ്പ് അത്രയ്ക്കൊരു വലിയ മാനദണ്ഡമല്ല. പക്ഷേ എങ്കിൽ പോലും അവിടെയും ചില സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഓർ ബോഡീസ് ഉണ്ട് ടു അനലൈസ് ഓർ ടു ഗോ ത്രൂ ദിസ് സിസ്റ്റം ഓഫ് സെൻസറിങ് ഇൻ ഫിലിംസ്.
In 1915, The Birth of a Nation, നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫിലിംസിൽ കണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവിയാണ് ബൈ എ വെരി ഇമ്പോർട്ടൻറ്റ് പൈനിയർ ഇൻ ഫിലിം മേക്കിംഗ്, ദാറ്റ് ഈസ് D.W. ഗ്രിഫിത്ത്. അദ്ദേഹത്തിൻ്റെ മൂവി ആദ്യം US-ൽ ഇറങ്ങിയ സമയത്ത് ബാൻ ചെയ്തിരുന്നു. ആൻഡ് മാർട്ടിൻ സ്കോർസേസ് ഫിലിം ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, അത് ഫ്രാൻസിൽ ബാൻ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ചില സിനിമകൾക്ക് നമ്മളിങ്ങനെ ബാൻ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സൊസൈറ്റിക്ക്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു പ്രത്യേക ഘടകം ആ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരം സിനിമകൾ ചില ഏരിയാസിലോ ചില കൺട്രീസിലോ ചില കമ്മ്യൂണിറ്റിയിലോ ഒക്കെ അത് ബാൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സോ ഇങ്ങനെ ഒരു അതോറിറ്റേറിയൻ ബോഡി ആയിട്ട് ഇത്തരം സിനിമകളിൽ വരുന്ന സെൻസിറ്റീവ് ടോപ്പിക്കിനെ റിമൂവ് ചെയ്ത് കളഞ്ഞ് അതിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഇറക്കുന്ന ഒരു എൻറ്റിറ്റീനെ വിളിക്കുന്ന പേരാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കൺട്രീസിന് ഡിഫറെൻറ്റ് സെൻസർഷിപ്പ് ബോർഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മോഷൻ പിക്ചർ അസോസിയേഷൻ ഓഫ് അമേരിക്ക, ദാറ്റ് ഈസ് ഫോർ അമേരിക്കൻസ്. ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഉണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഡെഫിനറ്റ്ലി ഇൻ ഇന്ത്യ, CBFC. ഇവരൊക്കെയാണ് ചില റേറ്റിംഗ്സ് വെച്ചിട്ട് ഒരു ഫിലിമിനെ ഇന്ന കാറ്റഗറി തിരിച്ച് അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ്സ് കൊടുത്ത് പുറത്തിറക്കാനായിട്ട് അനുവാദം നൽകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ത്യയിലെ സെൻസർഷിപ്പ് എങ്ങനെയാണ് നടത്തുന്നത് നോക്കാം. ഇന്ത്യയിൽ ഇറങ്ങുന്ന സിനിമകളെ ബേസിക്കായിട്ടും കാണാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കുന്നത്, ഫോർ എക്സാമ്പിൾ കൺസിഡറിങ് ദ പാരാമീറ്റേഴ്സ് ലൈക്ക് സെക്സ്, വയലൻസ്, ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോളിസം എക്സെട്ര. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്ത്യയിലൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നോക്കുന്നത് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, CBFC. അതിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും ഒരു സിനിമയ്ക്ക് അവർ നൽകും. പ്രധാനമായിട്ടും ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു നടപടി പ്രകാരമാണ്. ഇറ്റ് കംസ് അണ്ടർ ദിസ് പെർട്ടിക്കുലർ ബോഡി based on the Cinematographic Act 1952. അപ്പോൾ 1952 പുറത്തിറങ്ങിയ സിനിമാറ്റോഗ്രാഫിക് ആക്ട് പ്രകാരമാണ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും കീഴിൽ ഇങ്ങനൊരു സെൻസർഷിപ്പ് ബോർഡ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു കണക്ക് പ്രകാരം സിനിമയിലായിക്കോട്ടെ, TV-യിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള ഫിലിംസ്, വീഡിയോസ്, അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് അതർ പ്രൊഡക്ഷൻസ്, അതിലെല്ലാത്തിലും തന്നെ സ്ക്രീൻ ചെയ്ത് അതിൽ സെൻസർ ചെയ്ത് ചില ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് നമ്മിലേക്കിത് ഓരോ സർട്ടിഫിക്കറ്റും തന്ന് എത്തിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ബേസിക് ആയിട്ടുള്ള ഫിലിം സർട്ടിഫിക്കേഷൻ ഈ പറയുന്ന ഇഷ്യൂസിനെയും റേറ്റിംഗ്സും ഒക്കെ വെച്ചിട്ട് CBFC നൽകുന്ന 4 പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് കാണാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് U സർട്ടിഫിക്കറ്റ്. എന്താണ് U സർട്ടിഫൈഡ് ഫിലിം ഓർ യൂണിവേഴ്സൽ ഫിലിം? യൂണിവേഴ്സൽ ഫിലിം ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് മെൻറ്റ് ഫോർ ഓൾ ഏജ് പീപ്പിൾ, ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ. ആർക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന സിനിമകൾ, പ്രായഭേദമന്യേ ഏതൊരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും യാതൊരു തരത്തിലുള്ള വളരെ മോഡറേറ്റ് ഡോസിലായിരിക്കും അതിൽ വയലൻസും അബ്യൂസീവ് ലാംഗ്വേജസും ഒക്കെ ഇത്തരം സിനിമകളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. വളരെ മോഡറേറ്റ് ലെവലിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവത്തേ ഇല്ല. അത്രയും സിമ്പിളായിട്ട് എല്ലാ കുട്ടികൾക്കടക്കം എല്ലാവർക്കും കാണാൻ പറ്റുന്ന പാകത്തിനുള്ള സിനിമകളാണ് നമ്മൾ U സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. Then the next one is under parental guidance, that is UA certified films. Under parental guidance എന്ന് പറയുമ്പോഴത്തേക്കും 12 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും പാരൻസിൻ്റെ സഹായത്തോടുകൂടി, പാരൻസിൻ്റെ ഗൈഡൻസോടുകൂടി അവരുടെ ഒപ്പം ഇരുന്ന് മാത്രം കാണേണ്ട ചിത്രങ്ങൾ, പലതരത്തിൽ അനാബെല്ല അല്ലെങ്കിൽ കോൺജൂറിങ് പോലുള്ള ഹൊറർ ഫിലിംസ് അടക്കം പല സിനിമകളിലും സ്വല്പം വയലൻസ് എലമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കുട്ടികൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഷോക്കാവുകയും അവർ ആകെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് മാറുകയും ചെയ്യുന്ന ഇത്തരം സിനിമകളൊക്കെ UA സർട്ടിഫൈഡ് ഫിലിംസ് ആണ്. So the children below 12 should be accompanied by parent for viewing such films. അപ്പോൾ ഒരു ടോളറബിൾ മെഷർ എന്തായാലും എടുത്തിരിക്കും. വയലൻസിന് അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് ആണെങ്കിൽ, സെക്ഷൽ സീൻസ് ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു ടോളറേറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. എനിവേ കുട്ടികൾ കൂടുതലും അധികവും പാരൻസിൻ്റെ കൂടെ ഇരുന്ന് കാണത്തക്ക രീതിയിൽ അല്ലെങ്കിൽ കാണേണ്ടാത്ത രീതിയിലൊക്കെയുള്ള സിനിമകളെ നമ്മൾ UA സർട്ടിഫിക്കറ്റ് ഫിലിംസ് എന്ന് പറയുന്നത്, അണ്ടർ പാരൻ്റൽ ഗൈഡൻസ്. നെക്സ്റ്റ് വൺ ഈസ് അഡൾട്ട്സ് ഒൺലി ഫിലിം, A സർട്ടിഫിക്കറ്റ് ഫിലിം. A സർട്ടിഫിക്കറ്റ് ഫിലിം നമ്മൾ അറിയണ്ടായിരിക്കും 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഫിലിംസാണ്. കുറച്ചും കൂടെ ഒരു അഡൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തീംസ് അല്ലെങ്കിൽ അത്തരം സോഷ്യൽ ലൈഫൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള സിനിമകളായിരിക്കും. അപ്പോൾ ഒരു ഹൈ ഡിഗ്രി ഓഫ് വയലൻസും അതുപോലുള്ള സെക്ഷൽ സീൻസും വളരെ റൂഡായിട്ടുള്ള ലാംഗ്വേജസൊക്കെ നമുക്ക് ഇത്തരം സിനിമകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം സിനിമകളൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓൾ ദീസ് ഫിലിംസ് ആർ കോൾഡ് ആസ് അഡൾട്ട്സ് ഒൺലി ഫിലിം ഓർ A സർട്ടിഫിക്കറ്റ് ഫിലിം. അപ്പോൾ നമ്മൾ കണ്ടത് U സർട്ടിഫിക്കറ്റ് ഫിലിം, യൂണിവേഴ്സൽ ഫിലിം ഫോർ ഓൾ ഏജസ്, UA സർട്ടിഫിക്കറ്റ് ഫിലിം
children under 12 need parental guidance definitely. And next one is A certificate film, that is meant for adult. ഇത് മൂന്നും കൂടാതെ നാലാമതൊരു കാറ്റഗറിയും കൂടിയുണ്ട്, that is called as S certificate film or for specialized category. Specialized category എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ specialized categories like scientists or doctors, lawyers, അങ്ങനെയുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇറക്കുന്ന സിനിമകളായിരിക്കും. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ടീച്ചേഴ്സോ സ്കൂൾ ചിൽഡ്രൻ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇറക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഫിലിംസ് ഓർ S certificate films എന്ന് പറയുന്നത്. So there ends our module 1. നമ്മൾ മൊഡ്യൂൾ 2 ആണ് ആദ്യം തുടങ്ങിയതെങ്കിലും നമ്മുടെ മൊഡ്യൂൾ 1 ഇപ്പോഴാണ് അവസാനിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 മൊഡ്യൂൾസ് കഴിഞ്ഞു. മൊഡ്യൂൾ 1 ഇപ്പോൾ നമ്മൾ അവസാനിച്ച മൊഡ്യൂൾ നമ്മൾ മെയിനായിട്ടും കാണുന്നത് ബേസിക് ആയിട്ടുള്ള ഫിലിം ടെർമിനോളജീസ് ആണ്. സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട കുറേ വാക്കുകളും അവരുടെ ടെക്നിക്കലായിട്ടുള്ള ടേംസും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ഷോർട്സ് കണ്ടു, മീസൻ സെയിനിൽ തുടങ്ങി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് മീസൻ സെയിൻ കണ്ടു, ക്യാമറയിലേക്ക് വന്നു, ക്യാമറയുടെ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ്, ഹെഡ് മൂവ്മെൻറ്റ്സ്, പലതരത്തിലുള്ള ഷോർട്സും ആംഗിൾസും ഫോക്കസൊക്കെ കണ്ടു. വി മൂവ്ഡ് ഓൺ ടു എഡിറ്റിംഗ് ടെക്നിക്, എഡിറ്റിങ്ങിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡിറ്റിങ്ങും ഡിഫറെൻറ്റ് കട്ട്സ് ആൻഡ് ട്രാൻസിഷൻസിനെ കുറിച്ച് കണ്ടു. ദെൻ വി മൂവ്ഡ് ഓൺ ടു സൗണ്ട് ഇൻ ഫിലിം, ഹൗ സൗണ്ട് ഓർ ഹിസ്റ്ററി ഓഫ് സൗണ്ട് ഇൻ ഫിലിം ആസ് വെൽ ആസ് ഹിസ്റ്ററി ഓഫ് കളർ ഇൻ ഫിലിം. ആൻഡ് വി ഹാഡ് സീൻ certain simple techniques like 180-degree, 30-degree rule, long takes and all that. And now we winded up with film distribution, reception and the different certificates and the film censorship board. So that's all for today's class. See you in the next class with a new module. Take care till then. Bye.